ഇവിടെ വന്നത്, എൻ്റെ കഥ ഇങ്ങനെ ഒരു തോട്ടുണ്ടായത്? നമ്മളൊരു 2019 കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ നിൽക്കുന്ന കുറച്ച് നമ്മുടെ സീനിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ഈ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ഡിസ്കഷനും സിനിമ ഇങ്ങോട്ട് പോകുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ ദീപു കരാൻ സാറിൻ്റെ അസോസിയേറ്റ് ഉണ്ട്, ടിങ്കു പറഞ്ഞിട്ട് ചേട്ടനാണ്, പ്രശാന്തും അതുപോലെ നമ്മുടെ വൈശാഖ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു പുള്ളി ഒരു ഓൺ ഫിലിം ചെയ്യാൻ പ്ലാനിങ്ങിനുണ്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ആവശ്യത്തിന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഓണാക്കാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഇങ്ങനെ വന്ന ഒരു ഉറപ്പിൻ്റെ പേരിലാണ് ഞാൻ സ്ക്രിപ്റ്റിലേക്ക് ജോയിൻ ചെയ്തത്. അതുവരെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഷോർട്ട് ഫിലിംസൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യും, ഫിലിമിലേക്ക് സ്ക്രിപ്റ്റോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏകദേശം റെഫറൻസ് കുറേ നോക്കിയായിരുന്നു. പിന്നെ ഈ ലൈസൻസ് സാറിൻ്റെ അടുത്തും അങ്ങനെ കുറച്ച് പേര് സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് ഏകദേശം ഒരു 1 ലൈൻ എൻ്റെ തോന്നി ഫസ്റ്റ് 1 ലൈൻ എഴുതുമ്പോഴാണ് 1 ലൈൻ എഴുതി. അതുപോലെ സീൻ ബൈ സീന് ചെറിയ നോട്ട്സായിട്ട് മാറ്റി എഴുതി വെച്ചു. ടോട്ടൽ ഒരു 13 ദിവസം കൊണ്ട് ടോട്ടൽ സ്ക്രിപ്റ്റിൻ്റെ ബേസായി. പിന്നെ അത് ഏകദേശം ഒരു 7 ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. മാറ്റി നമ്മൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി കൊണ്ടുവന്നു. ഫൈനലി ഈ സ്ക്രിപ്റ്റ് നമ്മളൊരു 2020-21 ഒരു സ്റ്റേജ് ലോക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നത്. ഇതിന് ഓഡിഷൻ കാണലൊക്കെ ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റിന് വേണ്ടി? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വളരെ ഷോർട്ട് ടൈമിൽ വന്ന് ഓണായൊരു ഫിലിമാണ്. അപ്പോൾ നമ്മുടെ സർക്കിളിലുള്ള നമുക്ക് അറിയുന്ന വിശ്വാസമുള്ള ആൾക്കാരെ വച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത് കിട്ടുന്ന ആ ഫ്രണ്ട്സ് ലിസ്റ്റിലും അതുപോലെ അറിയുന്നതും നമുക്ക് തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ആരുണ്ട് എന്നുള്ള ചെക്ക് ഞാൻ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എൻ്റർ പറഞ്ഞായിരുന്നു, ആദ്യം മമ്മൂക്കയും ഉണ്ണിമൂന്നിനെയൊക്കെ ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്തൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ? അവർ ഓക്കെ ആയിരുന്നു കഥ കേട്ടപ്പോൾ? കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നമുക്ക് അതിനായിട്ടുള്ള ഒരു ഫണ്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്കായിരുന്നു എനിക്ക് എത്താൻ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ എപ്പോഴും എഴുതുമ്പോഴും ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒരാളെ കണ്ടിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവരെ കണ്ടിട്ടാണ് എഴുതിയത്. അതിനുവേണ്ടി ഇപ്പം എനിക്ക് പോയാലൊരു പോകുന്നൊരു ചിലവും അതുപോലെ അവരെ കാണാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതേപോലെ താരങ്ങളെ കാണാൻ പോകാവൂ എന്ന് എനിക്ക് ഈ പറഞ്ഞ ഇവിടെ വരുന്ന സമയത്തും കാണാനായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു സിനിമ ചെയ്തിട്ട് അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ രാജുവേട്ടനെ കൊണ്ട് ട്രെയിലർ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ടൈമിലാണ് നമ്മൾ പൃഥ്വിരാജിനെ വിളിക്കുകയും അതുപോലെ സംസാരിക്കുകയും പുള്ളിയപ്പോൾ തന്നെ ഓക്കെ പറയുമായിരുന്നു. നമ്മുടെ അഖിലേഷ് മോഹൻ ത്രൂ ആണ് ചെയ്തത്. ഇന്ദ്രിത്തേട്ടനെ ഞാൻ ഓൾറെഡി ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ചേട്ടനെ ഞാൻ നേരിട്ട് തന്നെ വിളിച്ചു. മറ്റത് നമ്മുടെ അഖിലേഷ് മോഹൻ വഴിയാണ് ചെയ്തത്. ഇപ്പം സാറ്റിസ്ഫൈഡ് ആണോ ആർട്ടിസ്റ്റ്? വിചാരിച്ച ആർട്ടിസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഇപ്പം നമുക്ക് അവൈലബിൾ ആർട്ടിസ്റ്റ് ചെയ്തതിൽ? അല്ല, ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ പറയും പോലെ ഇപ്പം ഒരു സിനിമ ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് മോശമല്ല, എന്നാലും അവരുടേതായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിൻ്റെ അകത്തും ബാക്കിയുള്ളതുകൊണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്തു. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. പുള്ളി അതിലേക്ക് വന്നിട്ട് ആ സ്ക്രിപ്റ്റിൽ ടോട്ടലി കൈവച്ചിട്ടുണ്ട്. അപ്പം പുള്ളി അങ്ങനെ കൈവയ്ക്കുന്ന സമയത്ത് സീനിയർ ആണല്ലോ ആളെന്ന് പറയുന്ന ആൾ. അപ്പം പ്രൊഡ്യൂസർ അവരെ കൂടെ നിൽക്കുള്ളൂ. അപ്പം ഇവൻ കണ്ട സിനിമ അവൻ എടുക്കാൻ പറ്റിയില്ല, അവൻ ഒട്ടും ഹാപ്പി അല്ല. അപ്പോൾ അതെനിക്ക് എൻ്റെ പ്രൊജക്റ്റിൽ ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. പ്രൊഡ്യൂസർ ഫുൾ സപ്പോർട്ടായിരുന്നു? പ്രൊഡ്യൂസർ ഫുൾ സപ്പോർട്ടായിരുന്നു. ഒരു അങ്ങനെ കൺവിൻസിങ് അങ്ങനെയായിട്ട് ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല? ഇല്ല, ഞാൻ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ പുള്ളിയുടെ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതുകൊണ്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുള്ള ഒരു ഡിലേയും കാര്യങ്ങളും വന്നു, അത്രയേ ഉള്ളൂ. ലൊക്കേഷൻ ട്രിവാൻഡ്രത്തായിരുന്നു? ടോട്ടലി തിരുവനന്തപുരത്തായിരുന്നു. ഓക്കെ. അപ്പോൾ 5-ാം തീയതി സിനിമ റിലീസാണ്? അതെ, 5-ാം തീയതി സിനിമ റിലീസാണ്. എന്താണ് പറയാനുള്ളത് സിനിമയെക്കുറിച്ച്? സിനിമ എന്ത് ഉദ്ദേശം നമ്മൾ തിയേറ്ററിലോട്ട് വരണം പ്രേക്ഷകർ? ഇതൊരു ക്രൈം ത്രില്ലറല്ലേ? അതെ. അതെങ്ങനെയാണ്? അതായത് അവർക്ക് ഒരു വാഗ്ദാനമായിട്ട് കൊടുക്കാൻ ഇതൊരു അടിപൊളി പടമാണ്, കിടിലൻ പടമാണ്, നിങ്ങളെ ത്രില്ലടിപ്പിച്ചിരിക്കും, അങ്ങനെ ഒരു സാധനമൊന്നും പറയാനായിട്ടില്ല. നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ വലിയൊരു ഓവർ എക്സ്പെക്റ്റേഷനുമായിട്ട് നമ്മൾ ട്രെയിലർ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളെ ബാധിച്ചെന്ന് വരാം. ട്രെയിലറിന് നല്ല റീച്ചുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പം അതിന് മുകളിലേക്കൊരു സാധനം തിയേറ്ററിൽ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു പടം നിങ്ങളുടെ നോർമൽ റേഞ്ചിൽ നിങ്ങൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉറപ്പോടുകൂടി സന്തോഷത്തിൽ തിരിച്ചിറങ്ങി പോകാൻ പറ്റുമോ? തീർച്ചയായും. അപ്പോൾ എന്തായാലും നല്ല പ്രോജക്റ്റ് ചെയ്യട്ടെ. മലയാള സിനിമയ്ക്ക് നല്ലൊരു ഹൃദയം കൂടെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.